നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. യുദ്ധവാർത്തകൾ കേട്ട് ടെൻഷൻ അടിക്കുന്നവരാണോ നിങ്ങൾ? ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂലം വിപണിയിലുണ്ടായ വലിയ തകർച്ച കണ്ട് കയ്യിലുള്ള ഷെയറുകൾ വിറ്റ് പണമാക്കാൻ നോക്കുന്നുണ്ടോ? എങ്കിൽ ഒരു നിമിഷം നൽകൂ. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് 2026 മാർച്ച് 3. കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ വിപണിയിൽ ഒരു വലിയ ചാഞ്ചാട്ടം നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം സെൻസെക്സ് ഏകദേശം 2800ഓളം പോയിന്റ് ആണ് ഇടിഞ്ഞത്. നിഫ്റ്റിയും 24,600 നിലവാരത്തിലേക്ക് പോയിരുന്നു. ഇതിനെല്ലാം കാരണം പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയോടൊപ്പം ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വർധനവുമാണ്. ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് വില $77 മുകളിലേക്ക് കയറിയത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് അല്പം ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഭൗമരാഷ്ട്രീയ സംഭവങ്ങൾ വിപണിയെ ഒരു സ്ഥിരമായ തകർച്ചയിലേക്ക് നയിക്കണമെന്നില്ലെന്ന് വർഷങ്ങളായി ഇന്ത്യൻ ഓഹരി വിപണി തെളിയിക്കുന്നുണ്ട്. 1991 ഗൾഫ് യുദ്ധം മുതൽ ഇറാനുമായി ബന്ധപ്പെട്ട നിലവിലെ സംഘർഷങ്ങൾ വരെയുള്ള വിപണി സാഹചര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യ തയ്യാറാക്കിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വാർത്താ തലക്കെട്ടുകളെക്കാൾ ഉപരിയായി അവ സാമ്പത്തിക മേഖലയെ എത്രത്തോളം ബാധിക്കുന്നു എന്നതാണ് നിർണായകമെന്നാണ്. റിപ്പോർട്ട് പ്രകാരം വിപണികൾ യുദ്ധങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണുന്നില്ല. അവയുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെയാണ് വിപണി വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ ക്രൂഡ് ഓയിൽ വില, പണപ്പെരുപ്പം, രൂപയുടെ മൂല്യം, പലിശ നിരക്കുകൾ, ഒടുവിൽ ഓഹരി മൂല്യം എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഇത് സംഭവിക്കുന്നത്. ഭൗമരാഷ്ട്രീയ വാർത്തകൾ വരുമ്പോൾ വിപണികൾ യുദ്ധത്തെക്കുറിച്ചല്ല ആശങ്കപ്പെടുന്നത്, മറിച്ച് അതിന്റെ കാലദൈർഘ്യം, തടസ്സങ്ങൾ, അനുബന്ധ പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ചാണെന്ന് മാർക്കറ്റ് സ്മിത്ത് വ്യക്തമാക്കുന്നു. 1991 സാഹചര്യവുമായുള്ള താരതമ്യം മാക്രോ സാമ്പത്തിക പശ്ചാത്തലത്തിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഗൾഫ് യുദ്ധ സമയത്ത് ക്രൂഡ് ഓയിൽ വില ബാരലിന് $17 നിന്ന് $36 കുതിച്ചുയർന്നിരുന്നു. ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം $1.1 ബില്യൺ കുറഞ്ഞു. ഇത് വെറും 3 ആഴ്ചത്തെ ഇറക്കുമതിക്ക് പോലും തികയുമായിരുന്നില്ല. 1991 ജൂലൈയിൽ രൂപയുടെ മൂല്യം ഏകദേശം 18% ഇടിഞ്ഞു. ആ സംഭവം ഒരു വിപണി തിരുത്തലായി ഒതുങ്ങി നിൽക്കാതെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയായി മാറിയിരുന്നു. ഇന്ന് മാക്രോ സാമ്പത്തിക പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാണ്. ഇന്ത്യയുടെ പക്കൽ ഇപ്പോൾ ഗണ്യമായ വിദേശ നാണ്യ ശേഖരമുണ്ട്. കൂടാതെ കറൻസി മൂല്യത്തിലുണ്ടാകുന്ന ചാഞ്ചാട്ടം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട്. ഈ മാറ്റത്തെ ബലഹീനതയിൽ നിന്ന് കരുത്തിലേക്കുള്ള പരിവർത്തനമായാണ് റിപ്പോർട്ട് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ പക്കൽ ഇപ്പോൾ $725 ബില്യൺ മുകളിൽ ഫോറക്സ് റിസർവ് ഉണ്ട്. അതായത് ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള കരുത്ത് ഇന്ന് നമ്മുടെ റിസർവ് ബാങ്കിനുണ്ട്. മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ നിക്ഷേപകരുടെ കരുത്താണ്. വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുമ്പോഴും നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളും മാസാമാസമുള്ള SIP തുകകളും വിപണിയെ താങ്ങി നിർത്തുന്നു. തുടർന്നുണ്ടായ ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഈ മാറ്റത്തെ ശരിവെക്കുന്നു. 1999 കാർഗിൽ യുദ്ധ സമയത്ത് നിഫ്റ്റിയിലുണ്ടായ ഇടിവ് ഏകദേശം 0.8% മാത്രമായിരുന്നു. എന്നാൽ തുടർന്നുള്ള 3 മാസങ്ങളിൽ സൂചിക ഏകദേശം 32% നേട്ടമുണ്ടാക്കി. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 29% വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട ഉയർന്ന ചെലവുകളും പണപ്പെരുപ്പ സമ്മർദ്ദങ്ങളും നിലനിന്നിട്ടും കമ്പനികളുടെ വരുമാനത്തെയും വളർച്ചയെയും കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് മാറ്റമില്ലാതിരുന്നതിനാൽ ഓഹരി വിപണി വേഗത്തിൽ തിരിച്ചു വന്നു. സമീപകാല സംഭവങ്ങളിൽ വിപണിയുടെ ഈ തിരിച്ചുവരവിനുള്ള സമയം ഇനിയും കുറഞ്ഞിട്ടുണ്ട്. 2016 സെപ്റ്റംബറിലെ ഉറി സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം വിപണിയിലുണ്ടായ 2% ഇടിവ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറികടന്നു. 2019 ഫെബ്രുവരിയിലെ പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള വിപണി പ്രതികരണം പരിമിതമായിരുന്നു. ബാലാകോട്ട് വ്യോമാക്രമണത്തിന് പിന്നാലെ നിഫ്റ്റി 1.8% മുതൽ 3.5% വരെ ഇടിഞ്ഞെങ്കിലും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തിരിച്ചുവരവ് നടത്തി. 2025 മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇടിവ് വെറും 0.59% മാത്രമായിരുന്നു. അന്ന് തന്നെ വിപണി പഴയ നിലയിൽ വീണ്ടെടുക്കുകയും ചെയ്തു. ശക്തമായ ആഭ്യന്തര ലിക്വിഡിറ്റി, വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാകുന്നത്, മികച്ച മാക്രോ സാമ്പത്തിക പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയാണ് വിപണി വേഗത്തിൽ സാധാരണ നിലയിലാകാൻ കാരണമെന്ന് മാർക്കറ്റ് സ്മിത്ത് വിലയിരുത്തുന്നുണ്ട്. പാകിസ്ഥാനുമായുള്ള അതിർത്തി സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇറാനുമായി ബന്ധപ്പെട്ട നിലവിലെ സംഘർഷങ്ങളെ കാണുന്നത്. പ്രാദേശികമായ സൈനിക നീക്കങ്ങളെക്കാൾ ഊർജ വിതരണ ശൃംഖലയെ ഇത് എങ്ങനെ ബാധിക്കുമെന്നതിലാണ് ആശങ്ക. ലോകത്തെ എണ്ണക്കടത്തിന്റെ 20% ഹോർമുസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം 40% ഈ പാതയെ ആശ്രയിച്ചാണ്. എണ്ണ വിതരണത്തിൽ ഉണ്ടാകാനിടയുള്ള ദീർഘകാല തടസ്സമാണ് പ്രധാന റിസ്ക്. ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റങ്ങൾ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്.
എണ്ണവിലയിൽ ബാരലിന് $10 വർദ്ധിക്കുന്നത് ഉപഭോക്തൃ പണപ്പെരുപ്പത്തിൽ 0.5% മുതൽ 1% വരെ വർധനവുണ്ടാക്കാം. ക്രൂഡ് ഓയിൽ വിലയിലെ ഓരോ $1 വർധനവും ഇന്ത്യയിലെ വാർഷിക ഇറക്കുമതി ചെലവിൽ ഏകദേശം $2 ബില്യൺ അധിക ബാധ്യത വരുത്തുന്നുണ്ട്. തുടർച്ചയായ $10 വർധനവ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് GDPയുടെ 0.3 മുതൽ 0.4% വരെ വർദ്ധിപ്പിക്കും. മിസൈലുകളെ വിപണി ഭയപ്പെടുന്നില്ല. വിട്ടുമാറാത്ത പണപ്പെരുപ്പത്തെയും രൂപയുടെ മൂല്യം ഇടിയുന്നതിനെ പലിശ നിരക്ക് കുറയ്ക്കുന്നത് വൈകുന്നതിനെയുമാണ് വിപണി ഭയപ്പെടുന്നത്. മാർക്ക് സ്മിത്ത് നിരീക്ഷിക്കുന്നു. വിപണിയുടെ പ്രത്യാഘാതങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വിലയിലെ പെട്ടെന്നുള്ള വർധനവിനേക്കാൾ അത് എത്ര കാലം നീണ്ടു നിൽക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. ബ്രെന്റ് ക്രൂഡ് വില $75 നിൽക്കുകയാണെങ്കിൽ പണപ്പെരുപ്പം സ്ഥിരമായിരിക്കും. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഏകദേശം 1% ആയിരിക്കും. വില $85 ഡെഫിസിറ്റ് 1.4 മുതൽ 1.5% വരെ ആകാനും പണപ്പെരുപ്പം 50 ബേസിസ് പോയിന്റ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. വില $100 അതിനു മുകളിലോ എത്തിയാൽ ഡെഫിസിറ്റ് 2 മുതൽ 2.5% വരെയാകാം. പണപ്പെരുപ്പം 150 ബേസിസ് പോയിന്റ് വരെ വർദ്ധിച്ചേക്കാം. വില $120 മുകളിലും പോവുകയാണെങ്കിൽ ദീർഘകാലം തുടരുന്ന സാഹചര്യത്തിൽ മാത്രമേ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുന്ന സമ്മർദ്ദമുണ്ടാകൂ. അത്തരം ഘട്ടത്തിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് GDPയുടെ 3% മുകളിലാകുകയും പണപ്പെരുപ്പ സമ്മർദ്ദം കടുക്കുകയും ചെയ്യും. ആഭ്യന്തര നിക്ഷേപത്തിനുണ്ടായ വർധനവാണ് മറ്റൊരു പ്രധാന മാറ്റം. മാസം തോറും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി ഒഴുകുന്ന 31,000 കോടി രൂപയിലധികം വരുന്ന തുക വിപണിക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട്. വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കാൻ ഇപ്പോൾ ആഭ്യന്തര സ്ഥാപന നിക്ഷേപങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ ആഭ്യന്തര നിക്ഷേപം ഇപ്പോൾ കേവലം ഒരു ചെറിയ ഭാഗമല്ല, അത് വിപണിയുടെ ശക്തമായ അടിത്തറയായി മാറിയിട്ടുണ്ട്. എപ്പോഴും യുദ്ധം പോലുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായി, യുദ്ധവാർത്തകൾ കേട്ട് പരിഭ്രാന്തരായി ഷെയറുകൾ വിറ്റഴിക്കരുത്. നിങ്ങളൊരു ലോങ് ടേം നിക്ഷേപകനാണെങ്കിൽ ഇത്തരം ഇടിവുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നല്ല ഓഹരികൾ ചേർക്കാനുള്ള സമയമാണ്. രണ്ടാമതായി, നിങ്ങളുടെ SIP നിക്ഷേപങ്ങൾ ഒരിക്കലും മുടക്കരുത്. വിപണി താഴെ നിൽക്കുമ്പോൾ കൂടുതൽ യൂണിറ്റുകൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്താൻ ഇത് സഹായിക്കും. മൂന്നാമതായി, ഡിഫൻസ്, ബാങ്കിംഗ്, IT മേഖലകളിലെ കരുത്തരായ കമ്പനികളെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം പ്രതിസന്ധികൾക്ക് ശേഷം ഇത്തരം സെക്ടറുകളാണ് വലിയ മുന്നേറ്റം നടത്താറുള്ളത്. എങ്കിലും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, വിപണിയിൽ ഇപ്പോഴും വോളറ്റിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് പെട്ടെന്നുള്ള ലാഭം പ്രതീക്ഷിച്ച് വലിയ തുകകൾ ഒറ്റയടിക്ക് ഇടരുത്. പകരം ഘട്ടം ഘട്ടമായി മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. ക്രൂഡ് ഓയിൽ വില $100 മുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നിരീക്ഷിച്ചാൽ മതി. വിപണിയിലെ താൽക്കാലിക ഇടിവുകൾ കണ്ട് ഭയപ്പെടാതെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോവുക. ചുരുക്കത്തിൽ, ഇന്ത്യൻ വിപണികൾ ഇപ്പോഴും എണ്ണവിലയോടും കറൻസി മാറ്റങ്ങളോടും സംവേദനക്ഷമമാണെങ്കിലും മുൻ ദശകങ്ങളെ അപേക്ഷിച്ച് പുറത്തു നിന്നുള്ള ആഘാതങ്ങളെ പ്രതിരോധിക്കാൻ ഇപ്പോൾ കൂടുതൽ സജ്ജമാണ്. ക്രൂഡ് ഓയിൽ വിലയും അത് എത്രത്തോളം കാലം ഉയർന്നു നിൽക്കുന്നു എന്നതുമാണ് വിപണിയുടെ ഭാവി നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങൾ.